റബീഅത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരു സംഘത്തോടുകൂടെ ഹബീബിനെ കാണാൻ വരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരൊരു നിവേദക സംഘമാണ്. മുത്തുനബി തങ്ങളെ കാണാൻ വന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് ആ വന്ന കൂട്ടത്തിൽ ഓരോരുത്തരും അവനവന്റെ ആവശ്യങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞു, നബിയേ ഭക്ഷണമില്ല, ഞങ്ങൾക്ക് ഭക്ഷണം വേണം. നബി തങ്ങൾ കൊടുത്തു അവർക്ക് ഭക്ഷണം. ചിലർ പറഞ്ഞു, നബിയേ ഞങ്ങൾക്ക് കാശില്ല, ജീവിക്കാൻ പൈസ വേണം, പൈസ കൊടുത്തു. ചിലർ പറഞ്ഞു, നബിയേ ഞങ്ങൾക്ക് വസ്ത്രം വേണം, വസ്ത്രം കൊടുത്തു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നേരം അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഹബീബിനെ സേവനം ചെയ്യാനായി നബി തങ്ങളുടെ ഖാദിമായി മാറിയിരിക്കുകയാണ് റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിനോട് കൂടെ വന്ന ഓരോരുത്തരും ഓരോന്ന് ചോദിച്ചു വാങ്ങിയപ്പോൾ ഈ സ്വഹാബി ഒന്നും വാങ്ങിച്ചിട്ടില്ല ഇതുവരെ. നബി തങ്ങളെ വിളിച്ചു, നബിയേ അങ്ങ് എന്റെ കൂടെ ഒന്ന് വരണം, എനിക്കൊരു സ്വകാര്യം അങ്ങയോട് പറയാനുണ്ട്. തങ്ങൾ പറഞ്ഞു, എന്താണ് റബിയ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ളത്? നബിയെ ഓരോരുത്തരും ഓരോന്ന് അങ്ങയോട് ചോദിച്ചല്ലോ. ഇതൊരു യുവാവാണ്, ഒരു ചെറുപ്പക്കാരനാണ്. മുത്തുനബി തങ്ങളെ കണ്ടുമുട്ടുന്ന രംഗമൊന്ന് മനസ്സിൽ ഓർത്തു നോക്കുക. ഓരോരുത്തരും ദുന്യവിയായ വിഷയങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ മഹാനായ റബിയ തങ്ങൾ ചോദിക്കാൻ പോവുകയാണ് ഹബീബിനോടൊരു ചോദ്യം. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അങ്ങയോട്, എനിക്ക് അങ്ങ് വാങ്ങിച്ചു തരണം. അത് എന്താണ് വേണ്ടത് റബീഅ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നാളെ സ്വർഗത്തിലേക്ക് വരുമ്പോൾ എനിക്ക് അങ്ങയുടെ കൂടെ കടക്കണം നബിയേ. നാളെ സ്വർഗത്തിലേക്ക് വരുമ്പോൾ എനിക്ക് അങ്ങ് കൂട്ട് വേണം നബിയേ. സ്വർഗത്തിൽ കടന്നാൽ മാത്രം പോരാ, അങ്ങയുടെ കൂടെ അങ്ങയുടെ വീടിന്റെ അരികത്ത് എനിക്കൊരു വീട് വേണം നബിയേ. സാധ്യമാണോ സാധ്യമാണോ നബിയേ? റബിയ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും അങ്ങേക്ക് ഇനി ചോദിക്കാനുണ്ടോ? ഹുവദാക, വേറെ ഒന്നും വേണ്ട നബിയേ. ഭക്ഷണം വേണ്ട, വസ്ത്രം വേണ്ട, മറ്റൊന്നും വേണ്ട. എന്റെ കൂട്ടുകാർ ചോദിച്ചതൊന്നുമല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് നാളെ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കൂടെ ഇരിക്കണം. സ്വർഗം വേണമെന്ന് മാത്രമല്ല ചോദിച്ചത്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നാളെ ഹബീബിന്റെ കൂടെ ഇരിക്കണം. നമ്മൾ എത്ര പേർ മനസ്സുകൊണ്ട് അങ്ങനെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. നാളെ ഹബീബിനെ കാണണം, ഹബീബിനെ ഒന്ന് കൈ കൊടുക്കണം. ദുനിയാവിൽ നമ്മൾ കണ്ടിട്ടില്ല. മുത്തുനബി ഞങ്ങൾക്ക് കൈ കൊടുത്തൊന്ന് സലാം പറയണം, ഹബീബിനോടൊന്ന് സംസാരിക്കണം. നാളെ അതിനൊരു അവസരം വേണം, ഒരു അപ്പോയിന്റ്മെന്റ് വേണം. അത് ചോദിക്കേണ്ടത് അല്ലാഹുവിനോട്. മുത്തുനബി തങ്ങളെ നാളെ കാണണം, ഹബീബിന്റെ കൂടെ സ്വർഗത്തിലെത്തണം എന്ന് നമ്മൾ എത്ര പേർ? ചെറുപ്പക്കാരോടാണ് എൻ്റെ ചോദ്യം, ചെറുപ്പക്കാരോടാണ് ചോദ്യം. എത്രയോ കളിക്കാർ, ഫുട്ബോളിന്റെ താരങ്ങൾ, ലോക്കൽ ഇന്റർനാഷണൽ ടീമുകളിലുള്ള താരങ്ങൾ, അവരുടെയൊക്കെ പേര് മണിമണിയായി നമ്മുടെ മക്കൾക്ക് പറയാൻ കഴിയും. മാഞ്ചസ്റ്റർ സിറ്റിയും മറ്റു എന്തെല്ലാം വേൾഡ് ഫുട്ബോൾ ക്ലബ്ബുകളുണ്ടോ, ഇതൊക്കെ മണിമണിയായി പറയാൻ കഴിയുന്ന നമ്മുടെ മക്കളോടാണ് ചോദിക്കുന്നത്, യുവജനങ്ങളോട്. ക്ലബ്ബുകൾ നടത്തുന്നവരും ടൂർണമെന്റ് നടത്തുന്നവരും ഹലാലായ രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു നന്മയും തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ കൂട്ടത്തിൽ ഒരു ചോദ്യം, താൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫുട്ബോൾ പ്ലെയറിന്റെ കൂടെ ഇന്നൊരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും. താൻ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടർ, ആക്ട്രസ് അല്ലെങ്കിൽ ഒരു സ്റ്റാർ, അവരുടെ കൂടെ ഇരുന്നൊരു സെൽഫി, ഇതൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിൽക്കണം നാളെ എന്ന് എത്ര ചെറുപ്പക്കാർ ആഗ്രഹിച്ചിട്ടുണ്ട്? എത്ര ചെറുപ്പക്കാരികൾ ആഗ്രഹിച്ചിട്ടുണ്ട്? സുമുഖരായ ആളുകളെ കാണുമ്പോൾ പിന്നാലെ പ്രേമം പറഞ്ഞു പോകുന്ന പെൺകുട്ടികളോടാണ് ചോദ്യം. ലോകത്തെ സുന്ദരന്മാരിൽ ഏറ്റവും വലിയ സുന്ദരനാണ് യൂസുഫ് നബിയെക്കാളും വലിയ സൗന്ദര്യമുണ്ട് അഷ്റഫുൽ ഖൽഖിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഹബീബിനെ ഒന്ന് കാണണം. ഹബീബിന്റെ പുഞ്ചിരി കഅന്നമാ യതഹദ്ദറുൽ ജുമാൻ, അത് മുത്തുമണികളാണ്. ഹബീബിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അങ്ങനെയാണ്. ഹബീബിന്റെ വായക്കൊരു വെളിച്ചമുണ്ടായിരുന്നു, ഹബീബിന്റെ നെറ്റിത്തടത്തിൽ ഒരു ശോഭയുണ്ടായിരുന്നു എന്ന് നബിയെ പറ്റി കേൾക്കുമ്പോൾ ആ നബിയെ കാണണം എന്ന് കൊതിയുള്ളവർ എത്ര പേരുണ്ട്? ഇത് നമ്മൾ ഉത്തരം പറയണം. യൗവനം കഴിയും മുമ്പേ, യൗവനം വഴിമാറും മുമ്പേ നമ്മൾ ഉത്തരം കാണണം. എന്റെ റസൂലിനോടുള്ള ബന്ധം എത്രയാണ്? ഇത് രണ്ടുമില്ലാതെ ഈമാൻ പൂർത്തിയാവില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് പറഞ്ഞാലാണോ മുസ്ലിമാവുന്നത്? അത് മാത്രം പോരല്ലോ, വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ ദൂതരാണ്. ഇത് രണ്ടും പറഞ്ഞാലാ ഈമാൻ കിട്ടുന്നത്, ഇസ്ലാം കിട്ടുന്നത്.
ആ ഹബീബിനോടുള്ള ബന്ധം എത്രയാണ്? റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, സ്വകാര്യമായി നബിയെ കൈപിടിച്ചു കൊണ്ടുപോയിട്ടാണ് പറഞ്ഞത്, നബിയെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, അങ്ങയോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ചോദിച്ചോളൂ റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി തങ്ങൾ അത് കൊണ്ടുപോയി. മഹാനവറുകൾക്ക് അത് ലഭിച്ചു. നബി തങ്ങളോടാണ് പറഞ്ഞത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നാളെ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ ഇരിക്കണം നബിയേ. എന്തെങ്കിലും വേറെയുണ്ടോ? ഇല്ല നബിയെ, അത് തന്നെ, അത് മാത്രം മതി, എനിക്ക് വേറെ വേണ്ട. എന്നാൽ റബീഅ, നിങ്ങൾക്കത് ലഭിക്കും, നിങ്ങൾ സ്വർഗവാസിയാണ്. അഇന്നി അലാ ദാലിക മിൻ കസറത്തി സുജൂദ്, ധാരാളം സുന്നത്ത് നിസ്കാരം മോനെ റബീഅ നിങ്ങൾ വർദ്ധിപ്പിക്കണേ, എന്നെ ഒന്ന് സഹായിക്കണം, ഞാൻ കൊണ്ടുപോകാം സ്വർഗത്തിലേക്ക്. എന്നാൽ നിന്റെ കൂടെ എനിക്ക് സഹായമായിട്ടൊരു കാര്യം കൂടെ ചെയ്യണം, സുന്നത്ത് നിസ്കാരങ്ങൾ നീ വർദ്ധിപ്പിക്കണേ മോനെ. തഹജ്ജുദ് വേണം, റവാത്തിബ് സുന്നത്തുകൾ വേണം, ദുഹ വേണം, വിത്ർ വേണം, എന്തെല്ലാം നിസ്കാരങ്ങൾ സുന്നത്തായി ചെയ്യാൻ കഴിയുമോ റക്അത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. മസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നമ്മൾ എത്ര പേർ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്? ഫർളങ്ങ് കഴിഞ്ഞു കിട്ടി നമ്മൾ രക്ഷപ്പെടുകയാണ്. സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടോ? റവാത്തിബ് സുന്നത്തുകള്, മുത്തലഖ് സുന്നത്തുകള്, തതവ്വുആയി, മുസ്തഹബായ, മൻജൂബായ എത്രയെല്ലാം സുന്നത്ത് നിസ്കാരങ്ങൾ. അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, നമ്മളും റസൂലും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? സമയക്കുറവ് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. 2 ചോദ്യങ്ങൾക്ക് കൂടെ യൗവനം വിട പറയും മുമ്പേ ഉത്തരം പറയണം. മൂന്നാമത്തേത് പാപങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതം തകരുകയാണെന്ന് ഓർക്കുകയും, സംഭവിച്ച പാപങ്ങളിൽ നമ്മൾ എത്രയാണ് അള്ളാഹുവിനെ പേടിക്കുന്നത്, എത്രയാണ് നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയത്. 20 വയസ്സാകുമ്പോഴേക്കും കാണാത്ത സിനിമയില്ല, മോശമായ വീഡിയോകളില്ല. 25 വയസ്സാകുമ്പോഴേക്കും ഉപയോഗിക്കാത്ത ലഹരിയില്ല. ഇതാണോ നമ്മുടെ യൗവനം? ഇങ്ങനെ നശിപ്പിക്കാനാണോ ആരോഗ്യത്തോടെ അള്ളാഹു നമ്മെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത്? ഈ പാപങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ പേടിക്കണ്ടയോ? റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങണ്ടയോ? നമ്മൾ അറിയണം, ഒരു തെറ്റ് സംഭവിച്ചാൽ നമ്മുടെ കുടുംബം മാത്രമല്ല, നാം മാത്രമല്ല അവിടെ നശിക്കുന്നത്. അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ നിന്റെ കുടുംബവും നിന്റെ നാടും നിന്റെ ഉമ്മത്തിനും അതിന്റെ ഫലം വരുന്നതിന്റെ അതിന്റെ ഭവിഷ്യത്ത് വരുന്നുണ്ട്. തെറ്റുകൾ അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രായേൽ സന്തതികളിൽ കഴിഞ്ഞു പോയൊരു മനുഷ്യന്റെ കഥ പറയുന്നുണ്ട്. സ്വഹീഹായ ഹദീസാണിത്, സുഹാഹിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണിത്. ഇസ്രായേൽ സന്തതികളിൽ കഴിഞ്ഞു പോയൊരു മനുഷ്യൻ മരണമാസന്നമായപ്പോൾ അയാൾക്ക് തോന്നി, ഒരു നിലക്കും അള്ളാഹു വിടില്ലെന്ന് ഉറപ്പാണ്, ചെയ്യാത്ത തെറ്റുകളില്ല. ചെറുപ്പകാലത്ത് പോക്കിരിയായി നടന്ന ആളാണ്, സർവ്വതമ്മാടിത്തരവും ചെയ്ത ആളാണ്. പിന്നെ നാട് വിട്ടു, പിന്നെ കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നു, വീണ്ടും തെറ്റ്. ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ മക്കളൊക്കെ വിളിച്ചു, മക്കളെ, ഞാൻ നിങ്ങൾക്കൊരു നല്ല വാപ്പയായിരുന്നു എന്ന് പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല. ആൾ സമ്മതിക്കാണ്. മക്കളെ, വാപ്പാക്ക് വേണ്ടി ഒരു ഉപകാരം നിങ്ങൾ ചെയ്യണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ആശയത്തിൽ വിശ്വസിച്ചു എന്നല്ലാതെ നിങ്ങളുടെ വാപ്പ ഒരു നന്മയും ചെയ്തിട്ടില്ലെന്നറിയാം. മക്കൾ ഉപ്പാക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് നിങ്ങൾ മുസ്ലിമീങ്ങൾ മറവ് ചെയ്യുന്ന പോലെ മറവല്ല ചെയ്യേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? വാപ്പ ചെയ്ത വസിയത്ത് നമ്മുടെ നബിതങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ സമുദായത്തിലാണിത്, നമ്മുടെ ശരീഅത്തിലല്ല. ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു മക്കളോട്, മക്കളെ, നിങ്ങളുടെ ഉപ്പയെ നിങ്ങൾ ശവദാഹം ചെയ്യണം, സംസ്കരിക്കണം, വിറക് കൊണ്ടുവന്ന് കത്തിച്ചു കളയണം. എന്നെ നിങ്ങൾ ശക്തമായ തീയിലിട്ട് കരിച്ചു കളയണം. ഉപ്പാ, ഞങ്ങൾ മക്കളെ കൊണ്ടത് ചെയ്യാൻ കഴിയില്ല. മക്കളെ, നിങ്ങൾ ഉപ്പാക്ക് വേണ്ടി അതൊന്ന് ചെയ്തു തരണം. ഞാൻ മുഴുവൻ പറയട്ടെ, എന്നെ കത്തിച്ച് 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 ഞാനൊരു ചാരമായി ഭസ്മമായി മാറിയാൽ അതൊരു പാത്രത്തിലാക്കി വെക്കുക. നല്ല കൊടുങ്കാറ്റടിക്കുന്ന ഒരു കാലത്ത് നിങ്ങൾ ഒരു പുഴയരികിലോ ഒരു കടലിന്റെ വക്കത്തോ ചെന്ന് എന്റെ ഭസ്മമായി കിടക്കുന്ന എന്റെ ശരീരം കത്തിയെരിഞ്ഞിട്ടത് കരിക്കട്ടയായി മാറിയ ആ പൊടി നിങ്ങൾ പൊടിച്ച് ആ കാറ്റിലങ്ങ് പറത്തിക്കളയണം. എന്തിനാണെന്ന് മക്കളെ അറിയോ? അള്ളാഹുവിന് എന്നെ കിട്ടാൻ പാടില്ല. നാളെ എങ്ങാനും അള്ളാഹു എന്നെ പിടിച്ചാൽ നാളെ രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷയുമില്ല.
മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാപ്പ ഈ പറഞ്ഞു നിർബന്ധിച്ചതിന്റെ പേരിൽ വിവരമില്ലാത്ത മക്കള് വാപ്പ പറഞ്ഞ പോലെ ചെയ്യുകയും ചെയ്തു. അങ്ങനെ വസിയത്തുണ്ടായാൽ പോലും ചെയ്യാൻ പാടില്ലെന്നാണ് ശറഇന്റെ നിയമമാണ് നടപ്പാക്കേണ്ടത്. പക്ഷെ ആ മക്കള് ഇസ്രായേൽ സന്തതികളിൽ കഴിഞ്ഞ സംഭവമാണ്. നമ്മുടെ നബി തങ്ങളുടെ കാലത്തല്ല, അതിന്റെ ശേഷവുമല്ല, അതിന്റെ മുമ്പാണ് മക്കൾ ഉപ്പയെ കത്തിച്ചു കളഞ്ഞു, ദഹിപ്പിച്ചു കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിച്ചാമ്പലായി പോകുന്ന വെണ്ണീരിൽ നിന്നും മനുഷ്യന് പുനർജന്മം നൽകാൻ കഴിയുന്നവനാണെന്നും കടലിൽ മുങ്ങി മരിച്ചവനും ഖബറുണ്ടെന്നും ആകാശ ലോകത്ത് വെച്ച് ഫ്ലൈറ്റ് ക്രാഷായിട്ട് മരിച്ചു പോകുന്ന കരിക്കട്ടയായി മാറിയാൽ പോലും ഭസ്മമായി അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങളിൽ ചേർന്നാൽ പോലും അവർക്ക് ഖബർ ശിക്ഷയുണ്ട് എന്നും അവരുടേതായ രീതിയിൽ അല്ലാഹു ഖബറിലെ സുഖമാണെങ്കിൽ സുഖം, ശിക്ഷയാണെങ്കിൽ ശിക്ഷ, അത് നൽകാൻ അല്ലാഹു കഴിവുള്ളവനാണ് എന്ന റബ്ബിന്റെ ഖുദ്റത്തിനെ കുറിച്ച് വിവരമില്ലാതിരുന്ന ഈ മനുഷ്യനാണ് പറഞ്ഞത്, എന്നെ അല്ലാഹു പിടിക്കാൻ പാടില്ല, എന്റെ രക്ഷിതാവിന് എന്നെ പിടികൊടുത്താൽ ഞാൻ രക്ഷപ്പെടില്ല. അതുകൊണ്ട് മക്കളെ, എന്റെ ഭസ്മം നിങ്ങൾ കാറ്റിൽ പറത്തിക്കളയണം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യന്റെ ആത്മാവിനോട് സംസാരിച്ചത് വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഹദീസിൽ നബി തങ്ങൾ പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പറയുകയാണ്, ആ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, അല്ലാഹു തആല ചോദിച്ചു, മാ ഹമലക അലാ മാ സ്വനഅത, നീ എന്തേ നിന്നെ ഭസ്മമാക്കി കളയാൻ നിന്റെ മക്കളോട് വസിയത്ത് ചെയ്തത്? എന്തേ നീ അങ്ങനെ ചെയ്യാൻ കാരണം? എന്തേ നീ അങ്ങനെ ചെയ്യാൻ കാരണം? ഖാല, ആ മനുഷ്യൻ പറഞ്ഞു, യാ റബ്ബ് ഖശീതുക മിൻ കസറതി ദുനൂബി, എന്റെ പാപങ്ങൾ വർദ്ധിച്ചു പോയതിന്റെ പേരിൽ, എണ്ണിയാൽ ഒടുങ്ങാത്ത തെറ്റുകൾ ചെയ്തതിന്റെ പേരിൽ റബ്ബേ നിന്നെ പേടിച്ചിട്ടാണ് ഞാനത് ചെയ്തത് എന്ന് ആ മനുഷ്യനതിന് മറുപടി കൊടുത്തു എന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യവാന്റെ മുമ്പിലേക്കല്ലാതെ എവിടേക്കാണ് നമുക്ക് ഓടിച്ചെല്ലാനുള്ളത്? കുറ്റവാളികൾക്ക് ഓടിച്ചെല്ലാനുള്ളത് റബ്ബിന്റെ മുമ്പിലേക്കല്ലാതെ എവിടേക്കാണ്? പാപികൾക്ക് പടച്ചവനെ ഞാൻ പാപിയാണ്, പുറത്തു തരണേ, മാപ്പ് തരണേ എന്ന് ഈ റബ്ബിനോടല്ലാതെ ആരോടാണ് പാപമോചനം ചോദിക്കാനുള്ളത്? അല്ലാഹുവേ, നിന്നെ പേടിച്ചത് കൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളോട് എന്നെ ഖബർ കുഴിച്ചു മൂടണ്ട, എന്നെ നിങ്ങൾ കത്തിച്ചു കളയണമെന്ന് പറഞ്ഞത്. ഇന്നി ഖശീതുക മിൻ കസറതി ദുനൂബി, എന്റെ പാപങ്ങളുടെ ആധിക്യം കാരണം ഞാൻ നിന്നെ പേടിച്ചത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ മറുപടി വരുന്നു, ഫഖാല അല്ലാഹു സുബ്ഹാനഹു, അല്ലാഹുവിന്റെ മറുപടി വരുന്നു, യാ മലായികതി, എന്റെ മാലാഖമാരേ, ഉഷ്ഹിദുകും അന്നീ ഖദ് ഗഫർതു ലഹു വഅദ്ഖൽതുഹുൽ ജന്നഹ്, നിങ്ങളെ സാക്ഷിയായി ഞാൻ പറയട്ടെ, എന്നെ പേടിച്ചത് കാരണം ഞാൻ നിങ്ങളെ സാക്ഷിയായി പറയുന്നു, ഖദ് ഗഫർതു ലഹു, ഇയാൾക്ക് ഞാൻ എന്നേക്കുമായി വിട്ടുപുറത്തിരിക്കുന്നു, വഅദ്ഖൽതുഹുൽ ജന്നഹ്, ഞാൻ അയാൾക്ക് സ്വർഗം നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു മറുപടി പറഞ്ഞു എന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ജീവിതത്തിൽ ഇത്രത്തോളം ഗുരുതരമായി തെറ്റ് ചെയ്ത ഒരാൾ റബ്ബിനെ പേടിച്ചത് കാരണം അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നിരാശരാവരുത്. എത്ര വലിയ കുരുത്തക്കേട് ചെയ്തവരാണെങ്കിലും അള്ളാഹുവിന് പുറത്തു കൊടുക്കാം, അള്ളാഹുവിന് മാപ്പ് ചെയ്യാം. റബ്ബിന് അവരെ കഴുകി ശുദ്ധിയാക്കി കണ്ണാടി ചില്ല് പോലെ റബ്ബിന് അവരെ മിനുക്കിയെടുക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് യൗവനം വിട പറയും മുമ്പേ തൗബ ചെയ്യുക, പശ്ചാത്തപിക്കുക. കോളേജിൽ പഠിക്കുന്ന കാലം, എക്സ്കർഷൻ പോകുന്ന കാലം, ടൂറിന് പോകുന്ന കാലം, സ്റ്റഡി ടൂറിന്, ക്യാമ്പിങ്ങിന് പോയിട്ട്, നൈറ്റ് ക്യാമ്പുകൾ ഉണ്ടായിട്ട് തോന്നിവാസങ്ങൾ ചെയ്തു കൂട്ടുന്ന നമ്മുടെ കോളേജ് കുമാരന്മാർ, തെറ്റുപറ്റിയവർ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം. നമ്മുടെ പെൺകുട്ടികൾ തൗബ ചെയ്ത് മടങ്ങണം, ആൺമക്കൾ തൗബ ചെയ്ത് മടങ്ങണം. നമ്മളെല്ലാവരും തൂബൂ ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ മുഴുവനും തൗബ ചെയ്യണം. നിങ്ങൾക്ക് വിജയം വേണോ? നിങ്ങൾ തൗബ ചെയ്യണം. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് നമ്മൾ തൗബ എത്രയാണ് നമ്മൾ അല്ലാഹുവിനെ പേടിക്കുന്നത്? ഇതാണ് മൂന്നാമത്തെ ചോദ്യം. എത്രയാണ് നമ്മൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നത്? കഹാ ഗുസാരി സാസേ ജവാബ് മാംഗേഗാ, കഹാ ഗുസാരി സാസേ ജവാബ് മാംഗേഗാ, वो जब मिलेगा मुकम्मल हिसाब मांगेगा. ഓരോ ശ്വാസവും എവിടെയാണ് ചെയ്തത്, എവിടെയാണ് ചെലവഴിച്ചത് എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കാനിരിക്കുകയാണ്.
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, അല്ലാഹ അല്ലാഹ ഫിസ്സറായിർ, അല്ലാഹ അല്ലാഹ ഇദാ ഖലൗത്. ഒറ്റക്കായിരിക്കുമ്പോൾ അല്ലാഹുവിനെ പേടിക്കണേ, ഒറ്റക്കായിരിക്കുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുമായിരുന്നു നബിയുടെ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നമ്മൾ മൊബൈൽ ഫോണുകളിൽ ഒറ്റക്കാണ്, അതൊരു തരം പ്രൈവസിയാണ്. അവനതിൽ ലോക്കിടാം. തൻ്റെ മൊബൈൽ ഫോൺ ഒരാൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം അതിനെ ക്ലോസ് ചെയ്യാം, അതിനെ അടച്ചു വെക്കാം. ഫിംഗർ ലോക്ക്, കണ്ണുകൊണ്ട് ലോക്ക്, നമ്പർ ലോക്ക്, എന്തെല്ലാം ലോക്കുകൾ. നമ്മൾ അവിടെ ഒരു സ്വകാര്യതയാണ് അനുഭവിക്കുന്നത്. അവിടെയാണ് ഇബ്നു മസ്ഊദ് തങ്ങളുടെ വാക്ക് ഓർമ്മ വരണം, അല്ലാഹ അല്ലാഹ ഫിസ്സറായിർ. ഒറ്റക്ക് നിൽക്കുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മ വരണം. നിങ്ങളുടെ ഫോൺ പിടിച്ചു നിൽക്കുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മ വരണം. നമ്മുടെ മെസ്സേജുകൾ ആൾമാറാട്ടം ചെയ്യാൻ പറ്റും, ആളറിയാതെ പലതും വിടാൻ പറ്റും, തെറ്റുകൾ വിടാൻ പറ്റും. നമ്മളറിയണം, അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹു നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ നാളെ വിചാരണ പറയേണ്ടി വരും, ഇതിനൊക്കെ നാളെ ഉത്തരം പറയേണ്ടി വരും. നമ്മൾ കൊടുത്തുവിടുന്നത്, എഴുതിവിടുന്നത്, പ്രചരിപ്പിക്കുന്നത്, നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്. അല്ലാഹ അല്ലാഹ ഫിസ്സറായിർ. കാടിനുള്ളിൽ ചെന്നിട്ട് പാപം ചെയ്യാൻ ഉദ്ദേശിച്ച ഒരാളിന്റെ കഥ നമ്മുടെ അസറുകളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ ഒരാൾക്ക് തോന്നില്ല, യറാനി അഹദ്, ഇവിടെ ആരും എന്നെ കാണില്ലല്ലോ, ഒരു കാട്ടിനുള്ളിലാണ്. നമ്മുടെ കാടുകളിൽ നമ്മുടെ എക്കോ ടൂറിസങ്ങളുണ്ട്, നിലമ്പൂരിലുണ്ട്, പിന്നെ തൃശ്ശൂർ ജില്ലയിലും ആതിരപ്പള്ളി അടക്കമുള്ള പല സ്ഥലങ്ങളിൽ എക്കോ ടൂറിസം സെന്ററുകൾ അല്ലേ, അട്ടപ്പാടിയിലുണ്ട്. എത്രയോ നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ, ഉൾപ്രദേശങ്ങളിൽ കാട്, ഗവൺമെന്റ് റിസർവുകൾ, പ്രകൃതി കണ്ട് ആസ്വദിക്കാനും വെള്ളച്ചാട്ടം കാണാനും. കാടിനുള്ളിലേക്ക് ചെന്ന് നോക്കിയാൽ കാണുന്നത് കുപ്പികളാണ് അല്ലേ. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? അവിടെ ചെന്നാൽ കള്ളുകുപ്പിയെ കാണാം. ആകെ അവിടുത്തെ ഷോ അതാണ്. പല ബ്രാൻഡുകൾ, പല കമ്പനികൾ, എന്തൊക്കെ ബ്രാൻഡുകൾ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ മക്കള്, നമ്മുടെ ചെറുപ്പക്കാർ, മുസ്ലിം ചെറുപ്പക്കാർ, അവരെ പറ്റിയേ ഞാൻ പറയുന്നുള്ളൂ. നമ്മളിതിനൊന്നും പോവല്ലേ. അല്ലാഹ അല്ലാഹ ഫിസ്സറായിർ. കാട്ടിലെത്തിയപ്പോൾ എന്നെ ആരും കാണില്ലല്ലോ എന്ന് അന്നൊരിക്കൽ മനസ്സുകൊണ്ട് പറഞ്ഞു പോയ ഒരാൾക്ക് ആരോ വിളിച്ചു പറയുന്ന പോലെ അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. അയാൾ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് ആ കേൾവി ഉണ്ടായത്. നമുക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. അള്ളാഹു നന്നാക്കാൻ ഉദ്ദേശിച്ചവരാണ്. എവിടെയെങ്കിലും ഒരു തെറ്റിനൊരു സാധ്യത വരുമ്പോഴേക്കും അള്ളാഹു ഇടപെടുകയാണ്. നമ്മൾ തെറ്റ് കഴുകി നമ്മൾ അതിൽ കുളിച്ചിരിക്കുകയാണ്. നന്നാവണമെന്ന മോഹം നമ്മുടെ കൽബിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ഹിദായത്തിന്റെ വഴി നമ്മുടെ മുമ്പിൽ അടഞ്ഞു പോകുന്നത്. നമ്മുടെ കൽബിൽ പടച്ചവനേക്കൊന്ന് നന്നാവണം അങ്ങനെ തോന്നാറുണ്ടോ? കുറെ കള്ളു കുടിച്ചിട്ടും കുറെ വ്യഭിചരിച്ചിട്ടും അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് പിന്നെ അവസാനം കൂടെ നന്നാവാ. ഈ അവസാനം എന്ന് പറഞ്ഞത് എപ്പോഴാ? ഒരു ദിവസം നമ്മുടെ മുമ്പിൽ ഗ്യാരണ്ടി ഉണ്ടോ? നമ്മൾ ഈ പരിപാടി കഴിയും മുമ്പ് മരിക്കൂല എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വീട്ടുകെത്തും മുമ്പ് മരിക്കൂല എന്ന് പറയാൻ പറ്റുമോ? ഒന്നും കഴിയില്ല. അങ്ങനെ കാടിനുള്ളിൽ ചെന്ന് പാപം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനെ കേൾക്കാൻ കഴിഞ്ഞു. അവിടെ അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. എന്നാരും കാണില്ല, ഞാൻ ഇവിടെ വെച്ച് തെറ്റ് ചെയ്യട്ടെ എന്നുദ്ദേശിച്ച് കാടിനുള്ളിലേക്ക് കയറി ചെന്ന ഒരു ചെറുപ്പക്കാരന് അന്നവിടെ കേൾക്കാൻ കഴിഞ്ഞത്രേ. ഒരാൾ വിളിച്ചു പറയുന്ന പോലെ, ഇത് ഖുർആനിന്റെ ആയത്താണ്, സൂറത്തുൽ മുൽക്കിലെ അലാ യഅലമു മൻ ഖലഖ അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. നിന്നെ പടച്ചവൻ ഇതൊന്നും അറിയുന്നില്ലേ? എന്താണ് ആ ചോദ്യം? അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ചവൻ അറിയില്ലയോ ഇതൊക്കെ? കാടിനെ പടച്ചവനില്ലേ? രാത്രിയെ പടച്ചവനല്ലയോ അല്ലാഹു? അവൻ അറിയില്ലയോ നീ ചെയ്യുന്നത്? വഹുവൽ ലതീഫുൽ ഖബീർ. എല്ലാ വിഷയങ്ങളും സസൂക്ഷ്മം അതിന്റെ ഡീറ്റെയിൽസ് അടക്കം അറിയുന്നവനാണ് അല്ലാഹു. അവൻ ലതീഫാണ്, ഖബീറാണ്. അവൻ അറിയില്ലയോ? ആ മറുപടി മതി. ആ വിളിച്ചു പറയും. ഒരു പക്ഷേ ഒരു നല്ല ജിന്നായിരിക്കാം വിളിച്ചു പറഞ്ഞത്, മലക്കിന്റെ ശബ്ദമാവാം, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നൊരു സഹായമാണ് ലഭിക്കുന്നത്. അവിടെ നിന്ന് പിന്തിരിയുകയാണുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റക്കിരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരുടെ സ്വകാര്യതകളിൽ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടാൻ അവൻ തൗഫീഖ് നൽകട്ടെ. സ്വകാര്യവും പരസ്യവും അള്ളാഹു അറിയുന്നവനാണ്. ഖാലിഖ് കീ പുർഖുലൂസ് ഇതാഅത് കിയാ കരോ
ज़ाहिർ न बेजा अपनी शजाअत किया करो. നമ്മുടെ ഊക്കും കരുത്തും, നമ്മുടെ കയ്യൂക്കും, നമ്മുടെ കഴിവുകളും പ്രകടിപ്പിക്കേണ്ടത് അസ്ഥാനത്തല്ല. നമ്മൾ സ്രഷ്ടാവിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടവർ ഖാലിഖ് കി, സ്രഷ്ടാവിന് പുർഖുലൂസ് ആത്മാർത്ഥമായി ഇതാഅത്ത് കിയാ കരോ, അല്ലാഹുവിനനുസരിച്ചേക്കണമേ. ज़ाहिर न बेजा शजाअत किया करो. सरमाया कौम का हो वतन की हो आबरू, हर लम्हा अपनी हिफाजत किया करो. നമ്മുടെ സമ്പാദ്യം ഈ സമുദായത്തിന്റെ സമ്പാദ്യമാണ്. നമ്മുടെ യുവാക്കൾ ഈ സമുദായത്തിന്റെ സമ്പാദ്യമാണ്. വതൻ കി ഹോ ആബറൂ, നമ്മുടെ യുവാക്കൾ രാജ്യത്തിന്റെ അഭിമാനമാണ്. നമ്മുടെ യുവാക്കൾ ഈ രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങളാണ്. നമ്മുടെ സമ്പത്ത് യുവജനങ്ങളാണ്. അതുകൊണ്ട് ഹർ ലംഹ അപ്നി ഹിഫാസത്ത് കിയാ കരോ, നമ്മുടെ ഓരോ നിമിഷവും കാത്തുകൊള്ളുക, ഓരോ നിമിഷവും സൂക്ഷിച്ചുകൊള്ളുക. നമ്മൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്ന്. ബാത്തുൽ കോ മിട്ടാനാ ഹോ ദുനിയാ കെ സാമനെ, ബാത്തുൽ കോ മിട്ടാനാ ഹോ ദുനിയാ കെ സാമനെ, ഖുർആൻ की आयतों की तिलावत किया करो. ലോകത്ത് നിന്ന് തിന്മയെ ഉച്ചാടനം ചെയ്യലാണ് ലക്ഷ്യമെങ്കിൽ അതിന് പരിഹാരം ഒന്നേ ഉള്ളൂ, വിശുദ്ധ ഖുർആനിന്റെ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. जालिम को सीधी राह की तरगीब हो खुद बखुद, जालिम को सीधी राह की तरगीब हो खुद बखुद, फरमाए मुस्तफा को रिवायत किया करो. അക്രമികളുടെ അക്രമം അവസാനിപ്പിക്കണമെന്നാണ് ലക്ഷ്യമെങ്കിൽ, സമാധാനപൂർണമായ ജീവിതമാണ് രാജ്യത്ത് വേണ്ടമെങ്കിൽ, ഫർമായ മുസ്തഫ കോ റിവായത്ത് കിയാ കരോ, മുഹമ്മദ് മുസ്തഫയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങൾ ലോകത്തിന് പറഞ്ഞു കൊടുക്ക്. അവിടെ സമാധാനം വരും. മുഹമ്മദ് നബി തങ്ങളുടെ സന്ദേശം വെറുപ്പിന്റേതല്ല, തല്ലിന്റേതല്ല, വെട്ടലും കൊല്ലലുമല്ല. അത് സ്നേഹമാണ്, പരമമായ സ്നേഹമാണ്. അയൽപക്കക്കാരനോട്, നാട്ടുകാരനോട്, രാജ്യക്കാരനോട്, തന്റെ ബന്ധുജനങ്ങളോടെന്ന് മാത്രമല്ല, മനുഷ്യരെല്ലാം ബന്ധുക്കളാണ്. ഒരു മനുഷ്യനെ കൊന്നാൽ സർവ്വ മനുഷ്യരെയും കൊല്ലുന്നതിന്റെ ശിക്ഷയാണ് അവൻ അനുഭവിക്കാൻ പോകുന്നത്. ഇത്രയും മഹിതമായ മനുഷ്യത്വം ലോകത്തിന് പഠിപ്പിച്ചവരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ മാർഗത്തിലേക്ക് നമുക്ക് തിരിച്ചു വരണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് നമ്മൾ എങ്ങനെയാണ് മടങ്ങിയത്, നമ്മൾ എത്രത്തോളം മടങ്ങിയിട്ടുണ്ട്? അവസാനത്തെ നാലാമത്തെ ഒരു ചോദ്യം, യൗവനം ഇവിടെ പറയും മുമ്പേ എന്ന വിഷയത്തിൽ അവസാനമായി പറയാനുള്ളത്, ജീവിതം, സമയം നമ്മൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? സമയവും നമ്മളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് നമ്മുടെ സമയം കഴിഞ്ഞു പോകുന്നത്? മുത്തുനബി തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസ് ഞാൻ പറയട്ടെ, ഇത് എപ്പോഴും ഓർത്തു വെക്കേണ്ട ഹദീസാണ്. നിഅമതാൻ, രണ്ടനുഗ്രഹങ്ങളുണ്ട്, രണ്ട് നിഅമത്തുകൾ. നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്, അധികം ആളുകളും വഞ്ചിക്കപ്പെട്ടു പോകുന്ന രണ്ടനുഗ്രഹങ്ങൾ, രണ്ട് വലിയ അനുഗ്രഹങ്ങളാണ്. പക്ഷെ അധികം ആളുകൾക്കും അതിന്റെ കഥ അറിയില്ല. അസ്സുഹ വൽ ഫറാഗ്, ഒന്ന് മനുഷ്യന്റെ ആരോഗ്യമാണ്, മറ്റൊന്ന് മനുഷ്യന്റെ ഒഴിവ് സമയം. ഇത് രണ്ടും മഹാനിഅമത്തുകളാണ്. അതെങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് എന്ന് പലർക്കും അറിയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹോളിഡേ, നമ്മുടെ വെക്കേഷൻ, നമ്മുടെ ഫ്രീ ടൈം, പ്രവാസികൾ നാട്ടിലേക്ക് ലീവിന് വന്നാൽ ആ ലീവ് സമയം അൽ ഫറാഗ് എങ്ങനെ ചെലവഴിക്കണമെന്നറിയാത്തവർ, അസ്വഹ, മനുഷ്യന്റെ ആരോഗ്യം, ഒരു 60-70 വയസ്സുവരെ ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയും, പൂർണ്ണ ആരോഗ്യത്തോടെ. പിന്നെ ആരോഗ്യം കുറയാൻ തുടങ്ങുന്നു, മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ആ ആരോഗ്യമുള്ള സമയം മനുഷ്യൻ അന്നേരമാണ് തെറ്റ് ചെയ്യുന്നത്, അന്നേരമാണ് ആളുകളോട് ദുൽമ് ചെയ്യുന്നത്, അന്നേരമാണ് പക വീട്ടുന്നത്, അന്നേരമാണ് അക്രമങ്ങൾ അഴിച്ചുവിടുന്നത്. അതാണ് കൊള്ളയും കൊലയും വ്യഭിചാരവും മയക്കുമരുന്നും തോന്നിവാസവുമായി മനുഷ്യൻ കഴിച്ചു തീർക്കുന്നത്. ആരോഗ്യമുള്ള കാലം രോഗികൾ വല്ലതും ചെയ്യുന്നുണ്ടോ?
ഏതെങ്കിലും രോഗികൾ കൊലപാതകത്തിന് പോയിട്ടുണ്ടോ? ഏതെങ്കിലും രോഗികൾ മയക്കുമരുന്ന് അടിമകളായിട്ടുണ്ടോ? ശാരീരികമായി അള്ളാഹു എങ്ങാനും പരീക്ഷിച്ചാൽ പിന്നെ മനുഷ്യൻ ഇതൊന്നും വേണ്ട. എന്നാൽ ആരോഗ്യമുള്ളവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. മുത്തനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, നാളെ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ അർബഇൻ. 4 ചോദ്യങ്ങൾക്ക് നാളെ നിങ്ങൾ മറുപടി പറയണം. ആ ചോദ്യങ്ങളിൽ ഒന്ന് വഉംരിഹി ഫീമ അഫ്നാ, ആയുസ് എവിടെയാണ് അവൻ തുലച്ചു കളഞ്ഞത് എന്ന് അള്ളാഹു ചോദിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് യുവാക്കളെ, സമയം വിലപ്പെട്ടതാണ്. അത് ബൈക്കിൽ കറങ്ങി തീർക്കാനുള്ളതല്ല, അത് അനാവശ്യമായി ജോലിയടിച്ച് തീർക്കാനുള്ളതല്ല. ഇബാദത്ത് യാനി കർലോ കുച്ച് ജവാനി മേ ഹുസൂൽ ബന്ദഗി ഹോതി ഹൈ ഇസ്മേ മഖബൂൽ. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി യൗവനത്തിൽ ഇബാദത്ത് എടുക്കുക. പെൺകുട്ടികളോടും ആൺകുട്ടികളോടും യുവാക്കളോടും യുവതികളോടും പറയുന്നു, പഠിപ്പ് കഴിയട്ടെ, എക്സാം കഴിയട്ടെ, എന്നിട്ട് ഖുർആൻ എടുക്കാം. അങ്ങനെ പറയല്ല മോളെ. നിന്റെ ഹോംവർക്കിന്റെ കൂടെ, നിന്റെ അസൈൻമെന്റുകളുടെ കൂടെ, നിനക്ക് ചെയ്യാനുള്ള മറ്റ് പ്രൊജക്ടുകളുടെ കൂടെ തന്നെ അള്ളാഹുവിന്റെ കിതാബ് ഒരു പ്രൊജക്ട് തന്നെ. നമ്മുടെ വിദ്യാർത്ഥിനികൾ ഖുർആൻ ഓതാൻ മറന്നു പോവല്ലേ, സമയം നല്ലതിന് ചെലവഴിക്കട്ടെ, അനാവശ്യങ്ങളിലേക്ക് പോവല്ലേ. അള്ളാഹുവിന്റെ ഒരു ചോദ്യം, ഖുദ്സിയായ ഹദീസ്, അബീ തഗ്തറൂൻ അം അലയ്യ തജ്തരിഊൻ. നിങ്ങൾ എന്നെ സംബന്ധിച്ച് വഞ്ചിതരാവുകയാണോ? ഞാൻ ഒന്നും അറിയാത്ത ഒരു മണ്ഡനാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അള്ളാഹ് ചോദിക്കാൻ, അബീ തഗ്തറൂൻ, നിങ്ങൾ എന്നെന്താണ് വില വെക്കാത്തത്? ഇതൊക്കെ അള്ളാഹു ചോദിക്കുന്നത് അംബിയാഇന്റെ നാവിലൂടെയാണ്, ഹദീസിലൂടെയാണ് പഠിപ്പിക്കുന്നത്. പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ആലിമീങ്ങളാണ് പ്രവാചകന്മാർ ചെയ്ത ദൗത്യം ലോകത്ത് നിർവഹിക്കുന്നത്. പ്രവാചകന്മാർ നന്മ പഠിപ്പിച്ചത്, ആലിമീങ്ങളാണ് പിന്നെ ലോകത്ത് നന്മ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആ വചനം നമ്മൾ ശ്രവിക്കുക. അള്ളാഹു ചോദിക്കുകയാണ്, അബീ തഗ്തറൂൻ അം അലയ്യ തജ്തരിഊൻ. നിങ്ങളെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ജനനം നൽകിയത് ഞാനാണ്, ഭൂമിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് ഞാനാണ്. ഇവിടെ വന്നപ്പോൾ ഓക്സിജന്റെ ബാഗുമായിട്ടല്ല നിങ്ങൾ വന്നത്. ഈ ഭൂമിയിൽ ഓക്സിജൻ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. മൂക്കുമായി ഞാൻ നിങ്ങളെ പറഞ്ഞയച്ചു. നിങ്ങൾ ജനിച്ചു, ശ്വസിച്ചു, നിങ്ങൾക്ക് ഭക്ഷണം തന്നു, സ്നേഹവും കാരുണ്യവുമുള്ള ഉമ്മയെ ഉപ്പയെ തന്നു. നിങ്ങൾ വഞ്ചിതരാവുകയാണോ? നിങ്ങൾ എന്നോട് അസാധാരണമായ നിങ്ങൾ ധൈര്യം കാണിക്കുകയാണോ തിന്മ ചെയ്തുകൊണ്ട്? ഇനി പറയുന്ന ഭാഗം ഗൗരവമാണ്. ഞാൻ എന്നെ സത്യം ചെയ്ത് പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് എന്റെ പരീക്ഷണം തരും. നിങ്ങൾ എന്നെ വകവെക്കാതെ ജീവിച്ചാൽ നിങ്ങളുടെ തലയിലേക്ക് ഞാൻ പരീക്ഷണങ്ങൾ തരും. നല്ല ബുദ്ധിയുള്ള മക്കൾ പോലും ബുദ്ധിയില്ലാത്തവരായി മാറുന്ന, പകച്ചു പോകുന്ന, സ്തംഭിച്ചു പോകുന്ന തരത്തിൽ. എന്താണ് പടച്ചവനെ ഈ രോഗം, എന്താണ് പടച്ചവനെ ഈ ചുറ്റുപാടുകളെന്ന് നിങ്ങൾ തന്നെ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന പോലെ അള്ളാഹു നിങ്ങൾക്ക് ഫിത്നകൾ തന്ന് പരീക്ഷിക്കും. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. അള്ളാഹുവിന്റെ ശിക്ഷകൾ വരാതെ റബ്ബ് കാക്കുന്നത് പ്രായമുള്ള കുറെ മനുഷ്യന്മാരെ നോക്കിയാണ്, മുലകുടി പ്രായമുള്ള കൊച്ചുമക്കളെ നോക്കിയാൻ. സ്വന്തമായി എഴുന്നേൽക്കാനോ കിടക്കാനോ ഉറങ്ങാനോ കഴിയാത്ത കൊച്ചുമക്കളെ, ആ മക്കളെ കണ്ടിട്ടാണ് അത്രേ അള്ളാഹു ശിക്ഷ ഇറക്കാത്തത്. പിന്നെയോ കന്നുകാലികളെ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവജാലങ്ങൾ വിശുദ്ധമായ ഹദീസിൽ ലൗലശ്ശുയൂഖുർ റുക്ഉ വല്ലത്ഫാലുർ റുദ്ഉ വൽബഹായിമുൽ റുത്ഉ لخسفت بكم الأرض خسفا لولا شيوخ للإله ركعوا لولا شيوخ للإله ركعوا وصبية من اليتامى رضعوا ومهملات في الفلاة رتعوا صب عليكم العذاب اللوجع. മനോഹരമായൊരു കവിതയാണത്.
ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ. എത്രയോ പ്രായമുള്ള ആളുകൾ കാലുമുട്ടിന് വേദനയായിട്ട് പോലും, ഊരക്ക് വേദനയായിട്ട് പോലും എത്രയോ ഉമ്മമാരും ഉപ്പമാരും നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചെറുപ്പക്കാരാ വഴിക്ക് വരുന്നില്ലെങ്കിൽ തന്നെയും എത്രയോ പ്രായമുള്ളവര്. പാല് കുടിച്ചു വളരുന്ന കൊച്ചു യതീമുകളായ മക്കൾ നാടുകളിലുണ്ട്. മേഞ്ഞു നടക്കുന്ന ആടുകളും ജീവജാലങ്ങളും അള്ളാന്റെ ഭൂമിയിലുണ്ട്. ഇതില്ലായിരുന്നുവെങ്കിൽ വേദനാജനകമായ ശിക്ഷ നിങ്ങൾക്കുമേൽ അള്ളാഹു ഇറക്കി തരുമായിരുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിനെ ഒരു കവിതയിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമയത്തിന്റെ വില മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളെത്തിയിട്ടുണ്ട് മദ്രസയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ. അതുകൊണ്ട് ഈ പരിപാടി ഇവിടെ റാപ്പപ്പ് ചെയ്ത് നമ്മൾ മദ്രസയുടെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. രണ്ട് കാര്യം മാത്രം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മക്കളോട് ഉപദേശിച്ചത് യുവജനങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകുകയാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അല്ലാഹ ലാ തസ്തമിഉൽ ഗിനാ, ചെറുപ്പക്കാരെ നിങ്ങൾ പാട്ടിന്റെ പിന്നാലെ പോവരുത്. അനാവശ്യമായ പാട്ടുകൾ, മ്യൂസിക്കുള്ള പാട്ടുകൾ. ഫവല്ലാഹി മാ സമിഅഹു മുസ്തമിഉൻ ഇല്ലാ ഹബ്ബബ ഇലൈഹിൽ ഫാഹിഷ. ആര് അനാവശ്യമായ പാട്ടുകളും അനാവശ്യമായ ഈ സിനിമകളും ഇതുപോലെയുള്ള സമയം കൊല്ലുന്ന പരിപാടികൾ ആരൊക്കെയാണോ ചെയ്യുന്നത്, അല്ലാഹുവിന്റെ ഹൃദയത്തിലേക്ക് വ്യഭിചാരം അലങ്കാരമാക്കി കൊടുക്കും. എന്താ പറഞ്ഞതിനർത്ഥം? അവരിന്ന് വ്യഭിചാരം സംഭവിച്ചിരിക്കും. മ്യൂസിക്കിന് അടിമകളാകുന്ന ആളുകളിൽ നിന്ന് വ്യഭിചാരം സംഭവിക്കും. അതുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ലാ തസ്തമിഉൽ ഗിനാ, നിങ്ങൾ ഈ മോശമായ പാട്ടുകൾ, മ്യൂസിക് ഉപയോഗിക്കുന്ന പാട്ടുകൾ, നിങ്ങൾ അനാവശ്യമായ ഇതുപോലെയുള്ള ആഭാസങ്ങൾ കേൾക്കരുതേ. അത് കേട്ടവരുടെ ഖൽബിലേക്ക് അല്ലാഹു വ്യഭിചാരം, പിശാചവർക്ക് അലങ്കാരമാക്കി കൊടുക്കും. ഒരു വാക്കുകൂടെ, ഉഖബത്ത് ഇബ്നു ആമിർ എന്ന പ്രിയപ്പെട്ട സ്വഹാബി, മുസ്ലിമീങ്ങളുടെ ആഫ്രിക്ക ഈ ഉമ്മത്തിനെ കീഴടക്കാൻ കാരണക്കാരനായ, ആഫ്രിക്കയിലേക്ക് ഇസ്ലാം കൊണ്ടുപോയ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അവിടുത്തെ മക്കളോട് പറയുമായിരുന്നു, അസ്അലുല്ലാഹ അസ്സ വജല്ല അൻ യഅസിമനാ വ ഇയ്യാകും മിനൽ ഗിനാ. മക്കളോട് പറയാണ്, മക്കളെ, ഞാൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി റബ്ബിനോട് ദുആ ഇരക്കുന്നു, നിങ്ങളാരും പാട്ടിന്റെ മ്യൂസിക്കിന്റെ അടിമകളായി പോവരുത്. ഫവല്ലാഹി ഇദാ സമിഅ്തുമൂഹു, നിങ്ങൾ അനാവശ്യമായ പാട്ടുകളാണ് ഖൽബിലേക്ക് കൊണ്ടു നടക്കുന്നതെങ്കിൽ ലൻ തഹ്ഫളൂ കിതാബല്ലാഹി അബദാ, നിങ്ങൾക്കൊരിക്കലും ഖുർആൻ മനഃപ്പാഠമാക്കാൻ കഴിയില്ല. അതുകൊണ്ട് സമയത്തിന്റെ വില മനസ്സിലാക്കണം. ചുരുങ്ങിയൊരു ജീവിതമാണിത്. ഇത് കഴിഞ്ഞ് അനന്തമായ, ഒരിക്കലും അവസാനിക്കാത്ത, മരണമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പോവേണ്ടതുണ്ട്. അത് ഒരുങ്ങാനുള്ള സ്ഥലമാണിത്. അല്ലാഹു നമ്മളെ ആ ജീവിതത്തിന് വേണ്ടി അല്ലാഹു നമ്മളെ തയ്യാറാക്കി തരട്ടെ. അവനിഷ്ടമുള്ളത് നമ്മുടെ ശരീരത്തിന് ഇഷ്ടമാക്കി തരട്ടെ. അല്ലാഹുവിന് വെറുപ്പുള്ളത് നമുക്ക് അല്ലാഹു വെറുപ്പാക്കി തരട്ടെ. അതുകൊണ്ട് യൗവനം വിട പറയും മുമ്പേ ഈ 4 ചോദ്യങ്ങൾക്കാണ് മറുപടി കാണേണ്ടത്. ഒന്ന്, നാമും ഖുർആനും തമ്മിലുള്ള ബന്ധം എങ്ങനെ? നാമും റസൂലും തമ്മിലുള്ള ബന്ധം എങ്ങനെ? നാമും പാപങ്ങളുമായുള്ള നിലപാടുകൾ എങ്ങനെ? പാപമോചനം ചോദിച്ചോ? റബ്ബിനെ പേടിച്ചോ? അവസാനം സമയത്തിന് നമ്മൾ കൊടുക്കുന്ന വില എത്രയാണ്? ഈ 4 ചോദ്യങ്ങൾക്ക് യുവജനങ്ങൾ, യൗവനം അവരോട് വിട പറയും മുമ്പ് ഉത്തരം കാണണം. ആ ഉത്തരം നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഉത്തരമാണ്. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ.